നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണമായിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. വോട്ട് ചാരി എന്നൊക്കെ പറഞ്ഞ്, വോട്ടിൻ്റെ കള്ള വോട്ടെന്നൊക്കെ പറഞ്ഞ്, വോട്ട് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം, മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാർത്താ സമ്മേളനം ഡൽഹിയിലാണ് നടന്നത്. ഓരോ പത്രപ്രവർത്തകർക്കും കാർഡ് കൊടുത്തിരുന്നു, നമ്പറിട്ട കാർഡ് കൊടുത്തിരുന്നു. അവർ ആ കാർഡ് ചൂണ്ടിക്കാണിക്കുക, അവരുടെ പത്രത്തിൻ്റെ പേര് പറയുക. നമ്മുടെ പ്രശാന്ത് രഘുവംശം ഏഷ്യാനെറ്റ് നിന്നുള്ള പങ്കെടുത്തിരുന്നു. എല്ലാവരും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംശയങ്ങൾ ചോദിക്കുന്നു. കൃത്യമായ എല്ലാത്തിനും മറുപടി പറഞ്ഞു. അപ്പോൾ മറുപടി പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്മാരെ വെല്ലുവിളിക്കരുത്. ഒന്നുകിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം തരണം, അല്ലെങ്കിൽ മറുപടി തന്നില്ലെങ്കിൽ നടപടി ഉണ്ടാവും. കാരണം ഇങ്ങനെ വലിയ ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സത്യവാങ് കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറുമല്ല. അദ്ദേഹത്തിന് കേസായാൽ അതൊരു പൊളിറ്റിക്കലായിട്ടൊരു ആയുധമാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ബീഹാറിലേക്ക് യാത്ര നടത്തുന്നു, ഇന്ത്യയാകെ യാത്ര നടത്തുന്നു, മറ്റൊരു ജോഡോ യാത്രയിലേക്ക് അദ്ദേഹം തയ്യാറെടുത്ത് നടത്തുന്നു. പക്ഷെ അപ്പോഴും ഇത് പരാജയപ്പെട്ടു പോകുമ്പോൾ, കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇത് ഓണപ്പ് ചെയ്തിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സാണ് ഇത് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. മാത്രമല്ല എല്ലാ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാരും ഏജന്റുമാരുണ്ട്. അവർ ലിസ്റ്റ് കൃത്യമായി വീട് വീടാന്തരം പോയി പരിശോധിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു വീട്ടിനെ വെച്ചുകൊണ്ട് 10, 80, 100 വോട്ടൊക്കെ ചേർക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും കണ്ണടച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ പറയുന്ന ആരോപണമാണല്ലോ, ഒരു വീട്ടിൽ ഒരുപാട് ആളുകളെ ചേർത്തു, അതെല്ലാം സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് ആവണമെന്നില്ല, സുനിലിനും കിട്ടാമല്ലോ, അല്ലെങ്കിൽ മുരളീധരന് കിട്ടാമല്ലോ. എന്നാലും സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് സാങ്കല്പികമായി സങ്കല്പിച്ചാൽ പോലും സുരേഷ് ഗോപിക്ക് കിട്ടിയെങ്കിൽ ആ ഒരു വീട്ടിൽ 80, 86 വോട്ടുണ്ടെങ്കിൽ അവിടുത്തെ CPIയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇവിടെ പോയി, പാർട്ടി പ്രവർത്തകർ ഇവിടെ പോയി, അവർ ലിസ്റ്റ് നോക്കിയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അതിനകത്ത് കാര്യമൊന്നുമില്ല, ഒരു കഥയുമില്ല. നമ്മൾ തീർച്ചയായിട്ടും യാതൊരു സെൻസുമില്ലാത്ത ഒരു കാര്യമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അതോടുകൂടി ഇതിൻ്റെ ഗ്യാസ് പകുതി പോയി. ഇനി കോടതിയിൽ പോകുമോ നമുക്കറിയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി സത്യവാങ് കൊടുക്കുമോ, അതോ കൂടുതൽ തെളിവുകളുമായിട്ട് രംഗത്ത് വരുമോ, അതോ ഇനി സുപ്രീം കോടതി പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും സത്യവാങ്മൂലത്തിന് 2 ആഴ്ച മറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. അതിനകം മറുപടി കൊടുത്തില്ലെങ്കിൽ രാജീവ് ഗാന്ധിക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ തീരുമാനങ്ങൾ വരുന്നു. ഇന്നലത്തെ പകുതി വെച്ചിട്ട് പകുതി ഗ്യാസ് പോയാണ് ഇപ്പോൾ ഇത് പാതി വെന്ത രീതിയിലായിട്ടുണ്ട് ഈ വിവാദം. ഇനി ബാക്കി വേവുമോ, കത്തുമോ, തണുക്കുമോ, അണയുമോ, ഇല്ലാതാകുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. പക്ഷേ രാഹുൽ ഗാന്ധി എടുത്തു കൊണ്ടുവന്ന ഓരോ വിഷയവും നനഞ്ഞ പടക്കം പോലെ പൊളിഞ്ഞു പോയതാണ് കാണുന്നത്. ഇപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷനിൽ വന്നിരിക്കുന്നത് ശരിയാണെങ്കിൽ വളരെ ഗുരുതരമായ ആരോപണമാണ്. പക്ഷേ ഇത് ഒരു മിനിറ്റ് പോലും, ഒരു മില്ലിമീറ്റർ പോലും, ഒരു സ്ഥലത്തത് പോലും ഇലക്ഷൻ കമ്മീഷൻ അത് ഓണപ്പ് ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ അന്വേഷണം പോലും നടത്താതെ തള്ളിക്കളയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഈ പ്രൊസീജിയർ മൊത്തം അവർ ഇന്നലെ പത്രത്തിൽ പറഞ്ഞു, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അതനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ അഴിമതി നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ 2 വോട്ട് ചെയ്തെങ്കിലേ പ്രശ്നമുള്ളൂ, ഇങ്ങനെ ലിസ്റ്റിൽ വന്നാൽ പോലും എന്നൊക്കെയുള്ള വളരെ വ്യാപകമായിട്ടുള്ള വിശദീകരണമാണ് ഇന്നലെ വന്നത്, മണിക്കൂറുകൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഈ ബോംബ് നുണ ബോംബായി മാറുമോ, ഈ പടക്കം ചീറ്റിപ്പോകുമോ എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയം കാതോർക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.